ഇവിടെ ഇന്ത്യ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മിലിറ്റന്റിനെ അല്ലെങ്കിൽ ഈ കടന്നു കയറി വിനോദസഞ്ചാരികളെ വെടിവെച്ചിട്ട 1, 2, 3, 4, 5 പേരെ കൊന്നു കഴിഞ്ഞാൽ ഈ ഭീകരത അവസാനിക്കുമെന്ന് ഇന്ത്യ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഒരു ടോട്ടൽ ഹണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിലടക്കം പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള, പാകിസ്ഥാനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇന്ത്യ വിട്ടു പോകണം. അത് മുഖ്യമന്ത്രിമാർക്കെല്ലാം കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നിങ്ങളത് കൃത്യമായി ഉറപ്പുവരുത്തിയിരിക്കണം. അതിന് ടൈം ഫ്രെയിം ഉണ്ട്. 27-ാം തീയതിക്ക് അകം മെഡിക്കൽ റീസൺസ് അല്ലാതെ ഇവിടെയുള്ള എല്ലാവരും 27-ാം തീയതിക്കുള്ളിൽ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകണം. 29-ാം തീയതിക്കുള്ളിൽ മെഡിക്കൽ റീസൺസിൽ കഴിയുന്ന ആളുകൾ തിരിച്ചു പോകണം. പരമാവധി മെയ് 2 വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വേട്ട തുടങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും എന്നുള്ളത് വ്യക്തമാണ്. അതിന് ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ പൂർണ്ണമായും നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നേരത്തെ പോലെ ഇപ്പോൾ ഇറാൻ മധ്യസ്ഥ ശ്രമത്തിന് തയ്യാറാണ്. പക്ഷേ പൂർണ്ണമായും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഇറാന് കഴിയില്ല, ചൈനയ്ക്കും കഴിയില്ല. കാരണം സാധാരണക്കാരായ വിനോദസഞ്ചാരികളായ പാവ മനുഷ്യരെ കൊന്നു വീഴ്ത്തിയതിന് ഒരു തരത്തിലും ഒരു ന്യായീകരണം മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ഈ വെടിവെച്ചിട്ട ആളുകൾ അവർ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരാണ്, ISIയുമായി ബന്ധമുള്ളവരാണ്, പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധമുള്ളവരാണ് എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന പല ലിങ്കുകളും ഇതിനകം തന്നെ ഈ ഭീകരരുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങളടക്കം പല കാര്യങ്ങളും, ട്രെയിനിങ്ങിന് പോയി എന്നതടക്കമുള്ള പല കാര്യങ്ങളും ഇതിനകം തന്നെ കിട്ടിയിരിക്കുകയാണ്.